അപൂർണ യാത്രകളുടെ ഒരു സമാഹാരമാണ് ജീവിതം എന്ന് പറയാറുണ്ട്. നമ്മൾ പൂർണ്ണതയിലേക്കാണ് ജീവിതം നീങ്ങുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും അപൂർണമായ ഒരുപാട് യാത്രകൾ നമ്മൾ നടത്തും. അതിൽ പലതും ഓരോ മയിൽപ്പീലി പോലെയാണ്. കുറേ കാലം കഴിയുമ്പോൾ ആ പീലികളൊക്കെ നമ്മൾ മനസ്സിനോട് ചേർത്ത് വയ്ക്കും. അങ്ങനെ മനസ്സിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു യാത്രയാണ് വത്തിക്കാനിലേക്ക് നടത്തിയത്. അപ്പോൾ യൂറോപ്പിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ദൈവദശകം പിറന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം പിറന്നിട്ട് 100 വർഷം ആകുന്ന ഘട്ടത്തിൽ ശിവഗിരിയിൽ നിന്നുള്ള ഗുരുപ്രസാദ് സ്വാമിയുടെ നേതൃത്വത്തിലും അതുപോലെ ഫാദർ പ്രിൻസ് ഉറുമ്പിലിൻ്റെയും നേതൃത്വത്തിലുള്ള ക്രിസ്തീയ വിശ്വാസികൾ അവർ വിശുദ്ധ നാടുകളിലേക്ക് രണ്ടും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആ ഒരു സങ്കല്പത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഒരു 80 പേരടങ്ങുന്ന ഒരു സംഘം. 2015 ഒക്ടോബറിലായിരുന്നു ആ യാത്ര. റോമിലെത്തുമ്പോൾ നല്ല തണുത്ത അന്തരീക്ഷം. വിമാനത്താവളത്തിൽ തന്നെ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ പടം, അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ്റെ പടം വിമാനത്താവളത്തിൽ കണ്ടപ്പോൾ ഈ യൂറോപ്യന്മാർ എത്രമാത്രമാണ് കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ആദരിക്കുന്നതെന്ന് തോന്നി. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കല്ല, അവർ കലാകാരന്മാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. റോമിലെത്തിയപ്പോൾ ഒരു ഡബിൾ ഡക്കർ ബസ്സാണ് വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നത്. അതിലെ ഒരു ഡ്രൈവർ ബാബിയാസ്, നല്ല സുമുഖനായ ഒരു മധ്യവയസ്കൻ. അദ്ദേഹത്തിന് മിക്കവാറും ഭാഷകളൊക്കെ അറിയാം. നമസ്തേ എന്ന് പറഞ്ഞ് ഞങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഞങ്ങൾ മലയാളികളായ യാത്രക്കാർക്കെല്ലാം വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മുകളിലത്തെ ഈ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇരിപ്പിടം കിട്ടിയത്. ആ ബസ് ഈ റോമിലെ തെരുവിലൂടെയൊക്കെ നീങ്ങിയപ്പോൾ ഇരുവശവും പച്ച മരങ്ങൾ, പുഷ്പങ്ങൾ, പുരാതന റോം, ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള റോമിൻ്റെ ആ ചരിത്രം മനസ്സിൽ തെളിഞ്ഞു വന്നു. എത്രയോ മഹാരഥന്മാർ വാണരുളിയ റോമൻ സംസ്കാരം, പ്രാചീന റോമൻ സംസ്കാരം. ടൈബർ നദി റോമിലൂടെ ഒഴുകുന്നു. അതുപോലെ തന്നെ ഈ കൊളോസിയം, അത് ചരിത്രത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. അതെല്ലാം കാണാനുണ്ട്. നേരെ ഒരു സെൻറ്റ് പൗലോ ബസിലിക്കയിലേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഗൈഡായിട്ട് ഞങ്ങളുടെ ബസ്സിലുള്ളത് ജോഷി ഒഡാറ്റിൽ എന്ന് പറയുന്ന അവിടെ ഇറ്റലിയിൽ തന്നെ താമസിക്കുന്ന ഒരു ഗൈഡാണ്. മലയാളിയാണ്, കോട്ടയം സ്വദേശിയാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ഗൈഡാണ്. അദ്ദേഹം ചുറുചുറുക്കോടി പറഞ്ഞു എല്ലാവരും ചടപടാതെ നിന്നാൽ നമുക്ക് യൂറോപ്പ് മുഴുവൻ ഈ 2 ആഴ്ച കൊണ്ട് കണ്ടു തീർക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ മലയാളികളെ പോലെ എല്ലാം റോമിലുള്ളവരെല്ലാം അങ്ങ് ശുദ്ധന്മാരൊന്നും ധരിക്കണ്ട, നമ്മളെ വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്, എല്ലാം സൂക്ഷിച്ചോളണം, പാസ്പോർട്ട് അടക്കമുള്ള പേഴ്സും എല്ലാം വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചോളണം എന്ന് ജോഷി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ ബസ്സിലേക്ക് കാണാൻ പോയപ്പോൾ പലരും ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തി. അപ്പോൾ റോമൻ സംസ്കാരത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടിരുന്ന ഞങ്ങൾക്ക് ഇന്നത്തെ വർത്തമാനകാലത്തെ റോമിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് വളരെയധികം തോന്നി. എല്ലാ നാട്ടിലും യാചകരുണ്ട്, ദാരിദ്ര്യമുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ദാരിദ്ര്യമില്ലാത്ത സ്ഥലങ്ങളും ഇല്ല. അത് ഏത് സമ്പന്ന നാട്ടിലായാലും അത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ആ പള്ളിയിൽ നേരെ കയറി അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല ഉച്ച സമയമായിരുന്നു. അപ്പോൾ ജോഷി പ്രത്യേക ഈ വെജിറ്റബിൾ ബിരിയാണിയാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. നല്ല അവിടുത്തെ റോമിലെ പച്ച മലക്കറികൾ കൊണ്ടുള്ള വെജിറ്റബിൾ ബിരിയാണി, അതിൻ്റെ മണം തന്നെ പ്രത്യേകം ആകർഷിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഈ ബിരിയാണിക്ക് വേണ്ടിയൊക്കെ അവിടെയുള്ള റോമിലെ ചില കുട്ടികൾ, പാവങ്ങളായ കുട്ടികളൊക്കെ വന്നു. അവർക്ക് ചില പാക്കറ്റുകൾ കൊടുത്തു. കുറേ ദൂരെയായിട്ട് ഒരു ഗ്രീക്ക് പുരാണ നാടകത്തിലെ ഒരു കഥാപാത്രം പോലെ ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധൻ അയാളുടെ കണ്ടപ്പോൾ തന്നെ ഏതോ കുലീന കുടുംബത്തിലോ സമ്പന്നനോ ആയ ആളായിരുന്നിരിക്കണം എന്നൊരു തോന്നൽ അയാളുടെ ബാഹ്യമായ വേഷത്തിൽ തോന്നി. അതുകൊണ്ടാകാം അയാൾക്ക്
എന്തെങ്കിലും യാചിക്കാനുള്ള ഒരു മനസ്സുമില്ല. പക്ഷേ ഇല്ലായ്മ ആ മുഖത്തുണ്ട്. ഞങ്ങളെല്ലാം ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആ മനുഷ്യൻ ഒന്ന് ചോദിക്കുന്നതുമില്ല, പറയുന്നതുമില്ല. ഭാഷയും ഒരു പ്രശ്നമാണ്. അപ്പോൾ ജോഷി തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. വളരെ ആർത്തിയോടുകൂടി ആ വെജിറ്റബിൾ ബിരിയാണിയുടെ പാക്കറ്റ് തുറന്നിട്ട് അദ്ദേഹം ആർത്തിയോടുകൂടി അത് വാരി കഴിച്ചു. ശരിക്കും പഴയ ഗ്രീക്ക് പുരാണ നാടകത്തിലെ ഏതോ കഥാപാത്രത്തിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യം മനസ്സിനെ നോവിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ ടൈബർ നദിയുടെ കരയിലുള്ള റോമാ പട്ടണം കാണാൻ പുറപ്പെട്ടു. റോമാ പട്ടണത്തെ പറ്റി പറയുകയാണെങ്കിൽ 2 മുഖങ്ങളുണ്ട്. ഒന്ന് പഴമയുടേതായിട്ടുള്ള ഒരു ചരിത്രമുഖം, പിന്നെ ആധുനികതയുടേതായിട്ടുള്ള മറ്റൊരു മുഖം. വീതികൾക്ക് ഇരുവശവും മരങ്ങൾ, എങ്ങും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. ട്രാഫിക് ആണെങ്കിൽ എടുത്തു പറയത്തക്കത് വളരെ സൂക്ഷിച്ചും അപകടം ഉണ്ടാകാത്ത രീതിയിലുമാണ് അവരുടെ വാഹനങ്ങൾ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ ഒന്നുമല്ല. സിഗ്നലുകളൊക്കെ മുഴുവൻ അനുസരിച്ച് വളരെ കൃത്യമായിട്ടാണ് വാഹനം ഓടിക്കുന്നത്. റോഡിലൂടെ കുറേ ദൂരം നടന്നു. കൂറ്റൻ മരങ്ങൾ, ചില മരങ്ങൾ ഏതോ ഗ്രീക്ക് പുരാണ നാടകങ്ങളിലെ ഈ കട്ടൗട്ടുകളെ പോലെ തോന്നിച്ചു. ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ചില മരങ്ങൾ, ചിലത് വീണ്ടും കിളിർത്ത് വരുന്നവ. ഒരു പുതിയ സംസ്കാരത്തിൻ്റെ കിളിർപ്പ് ആ മരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വ്യത്യസ്തമായ പൂക്കൾ, അപൂർവമായ കടകൾ ചില സ്ഥലങ്ങളിലുള്ളൂ. ചില സ്ഥലങ്ങളിൽ നഗരത്തിലാണ് കടകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കൊച്ചു കൊച്ചു നമ്മളെ തിരുവനന്തപുരം നഗരത്തിലുള്ളതുപോലെയും കോഴിക്കോടിൻ്റെയൊക്കെ ഒരു മുഖച്ചായ റോമിൻ്റെ ചില തെരുവീതികളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ടൈബർ നദി പ്രാചീനമായ നദിയാണ്, ഒരു ചരിത്ര പ്രസിദ്ധമായ നദിയാണ്. പക്ഷേ ഇന്ന് അതിന് ഒരു കല്ലായി പുഴയുടെ രൂപഭാവങ്ങളേ ഉള്ളൂ. ഒഴുക്ക് അല്പം ഒന്ന് വേഗതയിലായി, പഴയ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ട് ഒരു വാർദ്ധക്യം ബാധിച്ചതുപോലെ നമുക്കത് തോന്നും. അതെല്ലാം കണ്ട് നടന്നപ്പോൾ ഈ പലതരം കൗതുക വസ്തുക്കൾ വിൽക്കുന്ന തെരുവോര കച്ചവടക്കാരെ കണ്ടു. അവർ പലരുടെയും മുഖത്ത് ഒരു ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയൊക്കെ ഉണ്ടെങ്കിലും അവരത് വേഷങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും അത് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. കുറേ സമയം മിക്കവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് തെരുവുകളിലൂടെ നടക്കുന്നത്. അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഭാഷ അത്രത്തോളം നിശ്ചയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി. കാരണം അവരുടെ ഒരു ഗ്രീക്കിൻ്റെയോ പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി. റോമാ നഗരം ഒരു ഓട്ടപ്രദർശനം, വാഹനത്തിലൂടെ തന്നെ ഒരു വേഗത്തിൽ ഒന്ന് പ്രദർശനം വെച്ചതിന് ശേഷം സായാഹ്നമായപ്പോൾ കൊളോസിയത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ റോമെന്ന് അടിച്ചാൽ നെറ്റിലായാലും അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ വളരെ പ്രസിദ്ധമാണ് ഈ കൊളോസിയം. ഒരു പുരാതന സംസ്കൃതിയുടെ അവശേഷിച്ച രൂപം, ഒരു സ്മാരകമെന്ന് തന്നെ പറയാം. അത് ഭൂചലനങ്ങളിലും ആക്രമണങ്ങളിലും ഒക്കെ തകർന്നെങ്കിലും അതതിൻ്റെ ഗരിമയോടെ പ്രൗഢിയോടെ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറാം. ഞങ്ങളുടെ സംഘം അതിനകത്തേക്ക് കയറി. അവിടെ ഇരിപ്പിടങ്ങൾ ഗൈഡ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ഒരു കാലത്ത് 50,000 പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്, അതുപോലെ തന്നെ ക്രൂരതകൾ, മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിച്ച് കൊല്ലാമെന്നുള്ളത് കണ്ട് രസിച്ച ഒരു ജനത, ഭരണാധികാരികൾ. നമ്മൾ കേട്ടിട്ടുണ്ട് റോമാ നഗരം തീപിടിക്കുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പറ്റി. അതിൻ്റെ മറ്റൊരു ഭാവമാണ് ഈ കൊളോസിയത്തിൽ അരങ്ങേറിയിരുന്ന ഇത്തരം ക്രൂര നാടകങ്ങൾ. മനുഷ്യരെ, കുറ്റവാളികളെയൊക്കെ കൊണ്ടുവന്നിട്ട് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുക, അവരെ തമ്മിൽ അടിപ്പിച്ച് കൊല്ലുക, വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക എന്നിവയൊക്കെ ആയിരുന്നു അക്കാലത്തെ ഈ ഹിംസാ രീതികൾ. അവിടെ പലയിടത്തു നിന്നും ഇത്തരത്തിലുള്ള നിലവിളികളും ശബ്ദങ്ങളും ഉയരുന്നത് പോലെ തോന്നി. ഒരു മനുഷ്യനെ തന്നെ നിരവധി മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുക, അതായിരുന്നു ഏറ്റവും വലിയ ഒരു വിനോദമെന്ന് കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു. സിംഹവും കരടിയും ഒരു മനുഷ്യനെ കടിച്ചു കീറുന്നത്, ഓരോരോ ഭാഗമായിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യ ജന്മം മാംസ കഷണങ്ങളായിട്ട് മാറുന്നത് നോക്കിയിരിക്കുന്ന
പ്രഭു കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളും അതുപോലെ തന്നെ ഭരണാധികാരികളും അവർക്കതൊരു വിനോദമാണ്. പിന്നെ മല്ലയുദ്ധം, 2 യോദ്ധാക്കളെ നമ്മുടെ നാട്ടിലെ പഴയ കോഴിപ്പോര് പോലെ, ഈ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെ, അതായത് തമ്മിലടിച്ച് ചോര തെറിക്കുന്നത് കണ്ടു നിൽക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവം അത് എല്ലാ കാലത്തെ മനുഷ്യർക്കും ഉണ്ടായിരുന്നു, ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരം ഭരണാധികാരികളെയും ചരിത്രത്തെയും കടന്നാണ് നമ്മൾ ഇപ്പോഴും ഈ പരിഷ്കൃത സംസ്കൃതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കൊളോസിയം. അപ്പോൾ ഈ തമ്മിൽ ഈ യോദ്ധാക്കൾ, അതായത് ഓരോരുത്തരും ജയിക്കാൻ വേണ്ടി പോരാടുമ്പോൾ മറ്റൊരാളിൻ്റെ എതിരാളിയുടെ ജീവനും പ്രാണനും എന്ത് വില കൽപ്പിക്കാനാണ്, എത്രത്തോളം ക്രൂരമായി കൊല്ലാൻ പറ്റുമോ അത്രത്തോളം കാണികൾക്ക് രസിക്കും. ലോകത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യ നന്മയെക്കുറിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ ആ ഉദ്ഘോഷത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ഈ കൊളോസിയത്തിലെ കാഴ്ചകൾ ഞങ്ങളെ പ്രേരിപ്പിച്ചു. ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ റോമിൽ എത്തുന്നത്. അന്ന് രാത്രി ഹോട്ടലിൽ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഹോട്ടൽ മുറിയിലെ പല ഭാഗങ്ങളിലും ഈ ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറ്റലിക്കാർക്ക് ശരിക്കും ഈ ചിത്രകലയോടും കലയോടുമുള്ളൊരു ആഭിമുഖ്യം. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പല ചിത്രകാരന്മാർ, കാരായി കുഞ്ഞിരാമ സാർ അടക്കമുള്ളവർ പറയാറുണ്ട്, നമ്മുടെ മലയാളികളുടെ ഒരു മനോഭാവം ഒരുപാട് മാറാനുണ്ട്. കലയോടുള്ള, സാഹിത്യത്തോടുള്ള അവരുടെ ഒരു താല്പര്യം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പ്രസൻറ്റേഷൻ കൊടുക്കുന്നതിൽ ഇപ്പോൾ ഒരു ചിത്രമോ പുസ്തകമൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. നമ്മുടെ ഹോട്ടലുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അത്തരത്തിലുള്ള പ്രദർശനങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ റോമിലെ എല്ലാ ഹോട്ടൽ മുറികളിലും ഡാവിഞ്ചിയുടെയൊക്കെ പടങ്ങളും അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളുമാണ് നിറച്ചു വച്ചിരിക്കുന്നത്. അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷം ബുധനാഴ്ച രാവിലെ അന്ന് ഉറങ്ങുമ്പോഴും ഈ ഗൈഡും അതുപോലെ ഗുരുപ്രസാദ് സ്വാമിയും ഫാദർ പ്രിൻസ് ഉറുമ്പിലും ഒക്കെ പറഞ്ഞിരുന്നു, നാളെ നമ്മൾ പോകുന്നത് വലിയൊരു ചരിത്രത്തിലേക്കാണ്, ഒരു ആത്മീയ ഔന്നത്യത്തിലേക്കാണ്. കൈലാസം പോലെ 125 കോടി കത്തോലിക്കരുടെ ആത്മീയ തലസ്ഥാനമായ വത്തിക്കാനിലേക്കാണ്. ബുധനാഴ്ച രാവിലെ ഞങ്ങൾ കൃത്യമായിട്ട് ഉണർന്ന് എല്ലാവരും ഗുരുപ്രസാദ് സ്വാമിയും അതുപോലെ ഫാദർ പ്രിൻസും വരുമ്പോഴേക്കും എല്ലാവരും ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. അവർക്ക് തന്നെ അത്ഭുതമായി. ബസ് മുന്നോട്ട് നീങ്ങി. 109 ഏക്കർ സ്ഥലമാണ് ശരിക്കും വത്തിക്കാൻ. അതൊരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും ജനസംഖ്യ 1500 ഉള്ളൂ. വളരെ എട്ടാവട്ടത്ത് കിടക്കുന്ന, ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന അത്രമാത്രം പരമാധികാരവും പരമ ആദരവും പിടിച്ചു പറ്റിയ ഒരു രാജ്യമാണ് ശരിക്കും വത്തിക്കാൻ. വത്തിക്കാനിൽ ചെന്ന് കഴിഞ്ഞാൽ മാർപ്പാപ്പയെ കാണുക എളുപ്പമല്ല. ബുധനാഴ്ച ദിവസമാണ് അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സന്ദർശകരെ അല്ല, ഈ വിശ്വാസികളെ കാണുന്നത് ബുധനാഴ്ച. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച രാവിലെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ മനുഷ്യസാഗരം. 1500 പേര് മാത്രമാണ് ആ രാജ്യത്ത് താമസക്കാരായിട്ടുള്ളതെങ്കിൽ 10,000 വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ. അതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ. നമ്മൾ ഈ ശബരിമല ദർശനത്തിന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നത് പോലെ ഒരു സന്നിധി അല്ലെങ്കിൽ ഒരു സന്നിധാനം എത്ര വേഗമാണ് ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ഭക്തിയുടെ പ്രവാഹമായിട്ട് പ്രകർഷമായിട്ട് മാറുന്നതെന്ന് വത്തിക്കാനിലെത്തിയപ്പോൾ ബോധ്യമായി. അപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ഫാദർ സാന്റിയാഗോ, അദ്ദേഹം ഈ ശിവഗിരിയിൽ നിന്നും അതുപോലെ വിശുദ്ധ നാട്ടിലേക്ക് ഫാദർ പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഒറ്റ തീർത്ഥാടക സംഗമത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. പിന്നെ പ്രത്യേക ഒരുപാട് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഈ വിശാലമായ മൈതാനത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധന കുറവായിരുന്നു. കാരണം ഫാദർ സാന്റിയാഗോ ഏർപ്പാട് ചെയ്തിരുന്നത് കൊണ്ട്. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ നോക്കത്താ ദൂരത്തോളം ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മൈതാനത്ത് വിശ്വാസികൾ പലതരം കൊടികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള പതാകകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഫാദർ സാന്റിയാഗോ ഞങ്ങളുടെ സംഘത്തെ നയിച്ചു. അദ്ദേഹത്തിന് പിന്നാലെ ഞങ്ങളെല്ലാവരും, അതായത് ഫാദർ പ്രിൻസ് ഉറുമ്പിലും സ്വാമി ഗുരുപ്രസാദ് സ്വാമിയും മറ്റ് ഞങ്ങളുടെ സംഘവും, അതായത് 80 പേരടങ്ങുന്ന ആ സംഘം പിന്നാലെ പോയി. ഞങ്ങൾക്ക് ഒരു പ്രത്യേക, അതായത് മാർപ്പാപ്പ എത്തുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കസേരകളിലാണ് ഞങ്ങൾക്ക് ഇരിപ്പിടം ലഭിച്ചത്. അതൊരു നോക്കിയപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊരു പ്രത്യേക ഒരു പൊക്കമുള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ശിവഗിരിയിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും എത്തിയ ഒരു സംഘമായതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന. അപ്പോൾ എല്ലാ രാജ്യത്തു നിന്നുള്ളവരെയും പേര് പറഞ്ഞ് മാർപ്പാപ്പ അന്നത്തെ ദിവസം അഭിസംബോധന ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. എല്ലാവരും ഭക്തിയോടും പ്രതീക്ഷയോടും കാത്തു നിൽക്കെ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ മാർപ്പാപ്പ എത്തി. ഞങ്ങളുടെ മനസ്സുകളൊക്കെ തുടിച്ചു. അർജന്റീനയിൽ നിന്നെത്തിയ ലോകത്തെ 125 കോടി കത്തോലിക്കരുടെ ആത്മീയ നേതാവ് അതാ എത്തിയിരിക്കുന്നു. ഇളകി മറിയുന്നത് പോലെയായിരുന്നു ആരാധകരുടേതായിട്ടുള്ള ഈ ആരവങ്ങൾ. അദ്ദേഹം വളരെ തൊഴുകൈകളോടെ ശാന്തനായി ആ അധ്യക്ഷ വേദിയിലേക്ക് കയറി ഇരുന്നു. അപ്പോൾ എങ്കും ഒരു തിരമാലകൾ പോലെ തന്നെ ഭക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വേലിയേറ്റം പോലെ തോന്നി. ഞങ്ങളെല്ലാം തൊഴുകൈകളോടെ അദ്ദേഹത്തെ നോക്കി നിന്നു. അവിചാരിതമായിട്ട് ഒരു മഴ, അത് ഇത്തിരി സാമാന്യ ശക്തമായ മഴയായിരുന്നു. പലരും കുട എടുത്തിട്ടില്ലായിരുന്നു. അതേസമയം ദൂരദേശങ്ങളിൽ നിന്ന് വന്ന അന്യരാജ്യക്കാരായ ആളുകളൊക്കെ, സന്ദർശകരൊക്കെ കുട നിവർത്തി പിടിച്ചു. ഞങ്ങൾക്ക് മലയാളികൾക്ക് അപ്പോഴാണ് ഒരു കുറ്റബോധം തോന്നിയത്. ഇതിനിടയിൽ ചില കുട വിൽപ്പനക്കാരൊക്കെ അവിടെ വന്നിട്ട് ഈ ഒരു ചാകര പോലെ തകൃതിയായിട്ട് കുട വിൽപ്പനയും നടത്തി. ഇതൊന്നും വകവയ്ക്കാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ലോക സമാധാനത്തെപ്പറ്റി, ലോകശാന്തിയെ പറ്റിയാണ്. ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ ഫാദർ പ്രിൻസ് ഉറുമ്പിലിൻ്റെ വിശുദ്ധ നാട്ടിലേക്കുള്ള ഒരു സംഘവും, അങ്ങ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ശിവഗിരിയിൽ നിന്ന്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ലോകത്തോട് പറഞ്ഞ ആ ശിവഗിരിയിൽ നിന്നുള്ള സംഘവും ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു, കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൈയടിച്ചു. കാരണം ആ കത്തോലിക്കരുടെ വിശുദ്ധ ഔന്നത്യ ആ സ്ഥലത്ത് നിന്നിട്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം അഭിമാനം തോന്നി. കേരളം ദൈവത്തിൻ്റെ നാട്, ആ ദൈവത്തിൻ്റെ ജാതിയോ മതമോ ഒന്നുമില്ല. ആ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഞങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവം ആശീർവദിക്കുന്നത് പോലെയാണ് മാർപ്പാപ്പയുടെ ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത്. പെട്ടെന്ന് മഴ ശമിച്ചു. ഇനി പല ഭാഷകളിൽ അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്തു. വ്യത്യസ്തമായ ഭാഷകളിൽ അത് തർജ്ജിമ ചെയ്തു. അങ്ങനെ എല്ലാവരും സംതൃപ്തരമായിട്ടാണ് ആ വത്തിക്കാനിൽ നിന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞത്. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു തന്നു. അപ്പം ഗുരുപ്രസാദ് സ്വാമി അടുത്ത് ചെന്നിട്ട് ഈ ശിവഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന ചില സമ്മാനങ്ങൾ, പുസ്തകങ്ങൾ കൊടുക്കുകയും എപ്പോഴെങ്കിലും ശിവഗിരിയിൽ വരണം, ലോകത്തോട് മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് ആ ഗുരുസന്നിധിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അത് ഉറപ്പ് നൽകി. എപ്പോഴെങ്കിലും ശിവഗിരിയിലും അദ്ദേഹം വരും. അത് കേരളത്തിനുള്ള, അല്ലെങ്കിൽ ഭാരതത്തിനുള്ള, ഭാരത സംസ്കാരത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്, അനുഭവപ്പെട്ടത്. ആ വത്തിക്കാനിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഈ മ്യൂസിയം കാണാൻ വേണ്ടി പോയി. ബസിലിക്കയോട് ചേർന്നുള്ള മ്യൂസിയം. അവിടെയാണ് ലോക പ്രശസ്തമായ പിയാത്ത, നിരവധി സിനിമകൾ, നിരവധി കവിതകൾ, കഥകൾക്ക് വിഷയമായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശില്പം. ആ ശില്പത്തിൻ്റെ മുമ്പിൽ ഇമവെട്ടാതെ അങ്ങ് നിന്നു കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുദേവനെ മടിയിൽ കിടത്തിയ കന്യാമറിയം. ആ കന്യാമറിയത്തിൻ്റെ തളർന്നു കിടക്കുന്ന ആ ക്രിസ്തു ലോകത്ത് ഉള്ള വേദനിക്കുന്ന ഏത് മനുഷ്യൻ്റെയും പ്രതീകമാണ് ക്രിസ്തു. മക്കളുടെ വേദന മടിയിൽ കിടത്തി മാറ്റിയെടുക്കുന്ന എല്ലാ അമ്മമാരുടെയും പ്രതീകമാണ് ആ കന്യാമറിയം. ആ പിയാത്ത എന്ന ശില്പം മാതൃസങ്കല്പത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ ശില്പമായി മാറുന്നത് അതുകൊണ്ടാണ്. ശരിക്കും ആ രൂപം നോക്കി നിന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാതൃസ്നേഹത്തിൻ്റെ,
മാതാക്കളെയൊക്കെ തെരുവിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന വർത്തമാനകാല ദുരവസ്ഥയെക്കുറിച്ച് എത്രമാത്രം ശപിക്കപ്പെട്ട ഒരു പുരോഗതിയാണത് എന്നുള്ളത് ആ പിയാത്ത എന്നുള്ള ശില്പം ഓർമ്മിപ്പിച്ചു. തൊട്ടിലിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് പിച്ച വയ്ക്കുന്നതാണ് ഒരു മനുഷ്യജന്മത്തിലെ ആദ്യത്തെ സുഖകരമായ, കൗതുകകരമായ, ആനന്ദകരമായ യാത്ര എന്ന് പറയും. പല കവികളും മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ആ യാത്ര മനുഷ്യജന്മം ഒടുങ്ങുവോളം നീണ്ടുകൊണ്ടേയിരിക്കുന്നു. പല യാത്രകൾ, ആനന്ദകരമായ യാത്രകൾ, ദേവാലയത്തിലേക്കുള്ള യാത്രകൾ, സന്തോഷകരമായ യാത്രകൾ, കുടുംബങ്ങളിലേക്കുള്ള സൗഹൃദങ്ങളിലേക്കുള്ള യാത്രകൾ, അങ്ങനെ എല്ലാം കൂടെ ചേരുന്ന ഒരു സമാഹാരമാണ്, യാത്രകളുടെ ഒരു സമാഹാരമാണ് ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പിന്നിട്ട ഏതാനും ചില യാത്രകളുടെ കൗതുകങ്ങളും വിശേഷങ്ങളും മാത്രമാണ് ഞാനിന്നിവിടെ പങ്കിട്ടത്. ഭൂലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യൻ പോയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ വൻകരകളും ഭൂഖണ്ഡങ്ങളും കാണാൻ എല്ലാ പ്രേക്ഷകർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.